ഒരു മണ്ഡലത്തിലും മത്സരിക്കാൻ താൽപര്യം അറിയിച്ചിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ. പാലക്കാട് മത്സരിക്കാൻ കെ സുരേന്ദ്രൻ വന്നിറങ്ങിയാൽ അതേ ഹെലികോപ്റ്ററിൽ തന്നെ തിരിച്ചുപോകാമെന്ന് സന്ദീപ് വാര്യർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് ആരോടും ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുമ്പോൾ, പാലക്കാട് മത്സരിക്കാൻ കെ സുരേന്ദ്രൻ വന്നിറങ്ങിയാൽ അതേ ഹെലികോപ്റ്ററിൽ തന്നെ തിരിച്ചുപോകാമെന്നാണ് പഴയ BJP-കാരനായ സന്ദീപ് വാര്യർ പറയുന്നത്. ഒരേ സമയം BJPക്ക് CPM-നുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സുരേന്ദ്രനെയും ആക്രമിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ BJPയുടെ വളർച്ച വളരെ ദുർബലമാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ ഫാമിലിയുടെ കയ്യിലാണ് പാലക്കാട്ടെ BJP എന്നും അതുകൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫണ്ടിന് വേണ്ടിയാണ് പാലക്കാടിനെ A ക്ലാസ് മണ്ഡലമായി BJP നേതാക്കൾ എഴുതി കൊടുത്തതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. പാലക്കാട് UDFന്റെ മാത്രം മണ്ഡലമാണ്. കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ എവിടെയും ഞാൻ മത്സരിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. BJPയിൽ ഏകാധിപത്യ വ്യവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടത് സർക്കാരിനെതിരായ ജനവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാടൻ ഇടത് കോട്ട ഇത്തവണ തകരും. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാം. എന്നാൽ CPM-നകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനപ്പുറത്തേക്ക് ഒരു നേതാവിനെയും ഉയർത്തിക്കാണിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. AK ബാലനോ MA ബേബിക്കോ EP ജയരാജനോ മുഖ്യമന്ത്രിയാവണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കാൻ പോലും സാധിക്കില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കോൺഗ്രസിനകത്ത് നേതാക്കൾക്ക് എന്തും ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ കെ സുരേന്ദ്രൻ താൽപര്യം അറിയിച്ചെന്ന വാർത്തകൾ തെറ്റാണെന്ന് സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുവരെയും മത്സരിച്ചിട്ടുള്ളതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ആദ്യം തൃശൂർ, പിന്നെ പാലക്കാട്, ഒടുവിൽ വട്ടിയൂർക്കാവ് മത്സരിക്കുന്നു എന്നാണ് പ്രചരിച്ചത്. എന്നാൽ ഒരു മണ്ഡലത്തിലും മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് ആരോടും ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. കപ്പിനും ചുണ്ടിനുമിടയിൽ തോറ്റിട്ടുമുണ്ട്. മത്സരിച്ചതെല്ലാം പാർട്ടി ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലാണ്. ദയവായി എന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്ന് തൽപര കക്ഷികളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു.